ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ആകെ 1-2 ഇന്റർവ്യൂ ഉള്ളൂ ഗുണമുള്ളത്. ബാക്കി 7 കണ്ടാൽ എങ്ങനെ ആരാധന പറ്റി? എന്റെ എന്ത് കണ്ടിട്ട് ആരാധന ആവണ? ആരാധകരെ കണ്ട എനിക്ക് ജലദോഷമുള്ള എന്നെ കണ്ടിട്ട് എന്ത് അടിക്കാൻ വേണ്ടിയാണോ? ഞാൻ എങ്ങനെ എന്റെ ആരാധന? എനിക്ക് അതാ അറിയേണ്ടതാണ്. അയക്കെന്തറ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. അത് എന്റെ ആരാധന എങ്ങനെ നിങ്ങളായി? എന്റെ 100 വീഡിയോസിൽ 2-3 വീഡിയോസേ നല്ലതുള്ളൂ. ബാക്കി എല്ലാ വീഡിയോസും അലമ്പ് വീഡിയോസാണ്. ബെസ്റ്റ്. പിന്നെ എങ്ങനെ നിങ്ങൾ എന്റെ ആരാധനായി? അല്ല, എന്ത് കണ്ടിട്ടാണ് എന്റെ ആരാധന ആയത്? അത് പറയാം. അത് ഉത്തരം പറ. അത് അല്ല, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാന്നാണ്? ഞാൻ സെലിബ്രിറ്റിയാണ് ആര് പറഞ്ഞു? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. നിങ്ങൾക്ക് തോന്നി, പക്ഷെ എനിക്ക് തോന്നുന്നല്ലോ ഞാൻ സെലിബ്രിറ്റി ആണെന്നാ. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്റെ എന്ത് കണ്ടിട്ട് നിങ്ങൾ ആരാധിക്കുന്നത്? അത് പറയാം. എന്ത് കണ്ടിട്ടാണ് എന്നെ ആരാധിക്കുന്നത്? മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കുമ്പോൾ അവര് പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികളി. അറിവാ? എന്നെക്കാട്ട് അറിവുള്ള എത്ര പേരുണ്ട്? ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. എത്ര പണ്ഡിതന്മാരുണ്ട്. അല്ലെങ്കിൽ ആരാധിക്കേണ്ട ആവശ്യം എന്താണ്? സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഞാൻ നല്ല ഉദ്ദേശത്തോടെ ഞാൻ പറഞ്ഞത്, എന്നെ ഒരുപാട് ഇങ്ങനെ ആരാധന വിളിക്കേണ്ട. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ വേൾഡ് എല്ലാ മലയാളീസിനും അറിയാം. കേരളത്തിൽ മാത്രമല്ല. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ച്? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. സത്യം ഇത് അങ്ങനെ നൊട്ടോറിയസ് ആയിട്ട് അറിയപ്പെടുന്ന എത്ര പേരുണ്ട്? വീരപ്പൻ ഫേമസ് ആയിരുന്നു. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒരാളെ കാണുക പറയണെങ്കിൽ നമുക്ക് എന്തോ പോലെ. ഓക്കെ. പിന്നെ അണ്ണനൊപ്പം നിന്നൊരു സെൽഫി എടുക്കാന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തോ ഒരു ഇമേജാണ്. ആക്കണോ? അയ്യോ സത്യം, ഒരു ഇമേജാ. എന്നെ കുറിച്ച് എന്ത് മോശം ഇമേജ് ആൾക്കാർക്കുള്ളത്. എന്താണ് തമാശ ആക്കാണ്? അല്ല തമാശ ആക്കാണ്. അങ്ങനെ ആക്കണ്ട ആള് മോശമല്ല, അങ്ങനെയല്ല, നല്ല ഇമേജ് ആണെന്നാ പറഞ്ഞത്. അണ്ണന്റെ ഒക്കെ നിന്ന് സെൽഫി എടുക്കാൻ എന്റെ കൂട്ടുകാർക്കൊക്കെ. നിങ്ങൾക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വന്ന് സെൽഫി എടുത്തോ. എന്നെ നാണം കെടുത്താനായിട്ട് പറഞ്ഞ് തിരിച്ചിരിക്കുകയാണ്. അണ്ണനിപ്പോ എവിടെ ഇല്ലത്? എന്നെ അടിക്കാനാണോ? നീ പേടിച്ച് കവുങ്ങിന്റെ മണ്ട കയറിക്കാണ്. പോടാ, എന്റെ പട്ടി പേടിക്കും. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, എന്റെ പട്ടി വരും. ആണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വാടാ. അല്ലണ്ണോ, നിങ്ങളിപ്പോ എവിടെയാണ്? അണ്ണന് സ്നേഹത്തോടു കൂടി ഒരു കൂട്ടുകാരന്റെ പോലെ വിളിച്ചതാണ്. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ഏപ്രിൽ ഫൂൾ അല്ലേ? എന്തിനാണ് നിങ്ങളെ അടിക്കണേ? അതെന്താ? അല്ല, എന്നെ അടിക്കാൻ കുറെ പേര് നടക്കുന്നുണ്ട്. അതെന്തിന്? ഞാൻ മോഹൻലാലിന്റെ ഫാൻസുകാര് വളരെ എനിക്കെതിരെ നടക്കുന്നുണ്ട്. നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. പല ആൾക്കാരെ എന്നെ അടിക്കാൻ വേണ്ടി നടക്കിട്ടുന്ന. ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട്, കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് പലർക്കും എന്നെ ദേഷ്യമാണ്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കാര്യങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ട് പലർക്കും എന്നോട് ദേഷ്യമുണ്ട്. ഒരു പ്രത്യേക ജീവിതല്ലേ? കേസ് കൊടുത്തത് ഒരു ഗുണവുമില്ല. ഇവിടുത്തെ ജുഡീഷ്യറി അങ്ങനെയാണ്. എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറി ബിലീഫ് ഇല്ല. അയ്യോ, അതെന്ത് പറ്റി? ഓ, അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ കാണണമെന്നില്ല ആഗ്രഹത്തിന്. വളരെ നിങ്ങളിപ്പോ വർത്തമാനം എന്നെ അടിക്കാൻ പോകുന്ന പോലെയാണല്ലോ. കുഴപ്പമില്ല, പക്ഷേ പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പക്ഷേ അതൊക്കെ താല്പര്യമില്ലാതെ എനിക്ക് നിങ്ങളെ കാണാൻ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്നെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ആരാധനല്ല. പിന്നെ നമുക്കൊരു നിങ്ങൾ എന്തിനാ വരുന്നത് എനിക്കറിയില്ലല്ലോ. നിങ്ങൾ അടിക്കാനാണോ ഇടിക്കാനാണോ എനിക്കറിയില്ലല്ലോ. എനിക്ക് നല്ലൊരു
അങ്ങനെ പറയാം. ഓക്കെ, എന്നെ എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. താങ്ക് യു. എന്റെ ഹോണസ്റ്റി, സത്യസന്ധത, അത് ശരി. എന്നെ പടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റു പോകും. മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അതെനിക്കും അറിയാം. കണ്ട് മനസ്സിലാക്കുന്ന നിങ്ങളോടുള്ള ആരാധന ഇഷ്ടം കൂടി ഒന്നും മിണ്ടാണ്ടിരിക്കന്റെ പ്രേമദാസൻ പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നോട് ആരാണ് വേണ്ട, ഇഷ്ടം മതി. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടോളൂ, പക്ഷെ ആരാധിക്കണ്ട. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളിയിൽ കിടക്കുക. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടോളൂ, സ്നേഹിച്ചോളൂ, ഇതൊന്നും. പക്ഷെ എന്നെ ആരാധിക്കരുത്. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.